പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്ക് സഹായം ചെയ്ത 2 പ്രദേശവാസികളെ എൻഐഎ അറസ്റ്റ് ചെയ്തു. പർവേസ്, ബാഷിർ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇരുവരും എൻഐഎക്ക് നൽകിയിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഭീകരരെ സഹായം ചെയ്ത 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇത് പ്രദേശവാസികൾ തന്നെയാണല്ലോ. ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻഐഎയുമായി പങ്കുവെച്ചു കഴിഞ്ഞോ? സ്മൃതി, ഈ എൻഐഎ അന്വേഷണം, അതായത് പഹൽഗാമിൽ ഏപ്രിൽ ഉണ്ടായ ആക്രമണത്തുമായി ബന്ധപ്പെട്ടുള്ള എൻഐഎ അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എൻഐഎ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരും പഹൽഗാം സ്വദേശികളാണ്. പർവേഷ് അതോടൊപ്പം തന്നെ ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഈ 2 പേരും പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക്, ലഷ്കർ ഇ തോയ്ബ ഭീകരർക്ക് സഹായം ചെയ്തു എന്നാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. സഹായം എന്ന് പറയുമ്പോൾ ഈ പഹൽഗാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ ഇവർക്ക് താമസിക്കാനുള്ള ഹട്ട്, അതായത് ഒരു കുടിലുണ്ടാക്കുകയും ആ കുടിലാണ് ഇവർ താമസിച്ച് അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ, ഇവരുടെ സാധന സാമഗ്രികൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളടക്കം ഈ ഭീകരർക്ക് വേണ്ടി ഇവർ ചെയ്തു കൊടുത്തു എന്നാണ് ഇപ്പോൾ എൻഐഎ കണ്ടെത്തുന്നത്. ഇവരെ വിശദമായി തന്നെ എൻഐഎ ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്തതിൽ 3 പാകിസ്ഥാൻ പൗരന്മാർ അടങ്ങുന്ന സംഘമാണ് ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യം അടക്കം, അവരുടെ പേരുവിവരങ്ങൾ അടക്കം ഇവർ എൻഐഎയോട് വ്യക്തമാക്കി എന്നാണ് ഇപ്പോൾ എൻഐഎ സംഘം വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഏപ്രിലാണ് 26 പേരെ വധിച്ച ഭീകരാക്രമണം പഹൽഗാമിൽ ഉണ്ടായത്. അതിനുശേഷം ഭീകരരെ ഇതുവരെ കണ്ടെത്താൻ കഴിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അടക്കം വിമർശനങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലമുണ്ട്. എന്താണെങ്കിലും ഈ കേസിൽ ഇതിൽ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ എൻഐഎയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഭീകരരുമായി നേരിട്ട് ഇടപഴകിയ, ഭീകരരെ നേരിട്ട് സഹായിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എൻഐഎ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താമസ സൗകര്യം, അതോടൊപ്പം തന്നെ ഭക്ഷണം, ഇവരുടെ സാധന സാമഗ്രികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, വരിക അടക്കമുള്ള കാര്യങ്ങൾ. ഈ ആക്രമണത്തിന് മുൻപാണ് ഇവർ ഇത്തരത്തിൽ താമസ സൗകര്യം അടക്കം ഒരുക്കിക്കൊടുത്ത് ഈ പഹൽഗാമിനോട് ചേർന്ന് ഈ ഭീകരരെ താമസിപ്പിച്ചത്, അവർക്ക് സഹായം ചെയ്ത് എന്നാണ് എൻഐഎ എന്താണെങ്കിൽ വ്യക്തമാക്കുന്നത്. അതായത് പഹൽഗാമിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്ന കൃത്യമായ വിവരം ഇവർക്ക് അടക്കം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷണത്തിന് ഏറെ ഗുണകരമായ കണ്ടെത്തൽ, ഏറെ ഗുണകരമായ അറസ്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാക് പൗരന്മാരായ 3 ലഷ്കർ ഇ തൈബ ഭീകരന്മാർ ആക്രമണം നടത്തിയെന്നടക്കമുള്ള വിവരങ്ങൾ ഇവർ നൽകുന്നു. ആക്രമണത്തിന് മുൻപ് ഒരു കുടിലിലാണ് ഇവർ 3 പേരും കഴിഞ്ഞത്. പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് തൊട്ടടുത്തായിരുന്നു ഇതെന്നും അവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒരുക്കിയത് ഈ 2 പേർ ചേർന്നായിരുന്നു എന്നും എൻഐയോട് 2 പേരും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.